ഹെവൻലി ഹേർഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് ഗോകുലെക്കുറിച്ചുള്ള ഇൻഫർമേഷനുള്ള വീഡിയോകളാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ കഥകൾ നമ്മൾ കൊണ്ടുവരുന്നു, കുറച്ച് ആൾക്കാരുടെ അനുഭവ കഥകൾ. ഈ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെയും ഗോകുളുമായി ബന്ധപ്പെട്ട് അടുത്തിടപഴകിയപ്പോൾ അവരുടെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആ സീരീസാണ് ഇപ്പോൾ തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ളൊരു കഥയാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻജോയ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മൺ എന്നൊരു കർഷകൻ്റെ കഥയാണ്. അദ്ദേഹം ഗുജറാത്തിലാണ്. അദ്ദേഹത്തിന് കോൺഗ്രേജ് പശു ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പശു ഭയങ്കര സ്നേഹമാണ്. അത് ആ നാട്ടിൽ മൊത്തം ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും കുട്ടികളും എല്ലാവരും അദ്ദേഹത്തോട് ചോദിക്കും, അച്ഛന് പശുവിനെക്കാട്ടും ഇഷ്ടം ഞങ്ങളെയാണോ, അതോ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പശുവിനോട് പെരുമാറുന്നത്, പശുവിൻ്റെ അടുത്ത് എത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറയും, പശു ഇല്ലേ നമ്മുടെ ജീവിതം വളരെ മോശമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട സമയത്താണ് നമ്മൾ പശുവിനെ വാങ്ങിയത്. പശുവിൻ്റെ പാല് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാടത്ത് വളത്തിന് ചാണകം തരുന്ന പശുവാണ്. അങ്ങനെ പല രീതിയിലും നമ്മുടെ പാടത്ത് പണിയെടുക്കുന്ന എല്ലാം പശുവാണ്. അപ്പോൾ പശുവിന് ഞാനും തമ്മിൽ അത്രയും സ്നേഹം അതാണ് കാരണം എന്ന് അദ്ദേഹം എല്ലാവരോടും പറയും. ഇതുകൊണ്ട് എല്ലാ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അപ്പോൾ ലക്ഷ്മണനെയും അദ്ദേഹത്തിൻ്റെ പശുവിനെയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം പശുവിൻ്റെ പാല് കുറയാൻ തുടങ്ങി. അതുപോലെ പശുവിന് ക്ഷീണം, പാടത്തൊന്നും പണിയെടുക്കുന്ന അധികം ചെയ്യുന്നില്ല ഒന്നും. അപ്പോൾ അദ്ദേഹത്തിന് സംശയം എന്ത് പറ്റിയെന്ന്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, പശുവിന് ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം, ഭക്ഷണം ധാരാളം കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിനെക്കൊണ്ട് അധികം പണിയൊന്നും എടുപ്പിക്കാതെയായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും പശുവിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി പശു മടി പിടിച്ചതാണോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്? കാരണം അദ്ദേഹം അന്നേരം കുറച്ചൊരു ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ് ഇത് മാത്രമാണ്. വരുമാനം കുറയാൻ തുടങ്ങി, വീട്ടിലെ ചിലവ് നടക്കുന്നില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടിലേക്കായി അദ്ദേഹം. അന്നേരം അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഈ പശുവിൻ്റെ അടുത്ത് കാണിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പശു പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ പശു പല രീതിയിൽ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല, ക്ഷീണം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടി വയറ്റിലുള്ളതുകൊണ്ട് എനിക്ക് എടുക്കുന്നതിനൊരു പരിമിതി ഉണ്ടെന്നൊക്കെ. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം ഈ പശുവിനോട് പറയും, ഓക്കെ, വീട്ടിൽ തന്നെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. എന്നെ പറ്റിച്ച് ഇങ്ങനെ പശു ഭക്ഷണം കഴിച്ചിവിടെ ജീവിക്കുന്നത് അത്ര ശരിയല്ല, നോക്കട്ടെ, ഈ മടി മാറ്റാൻ ഞാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, എൻ്റെ ഫ്രണ്ടുണ്ട്, ഒരു കർഷകനാണ്, അവൻ്റെ ഫാമിലേക്ക് പശുവിനെ കൊടുക്കാം. അപ്പം വീട്ടിലുള്ളവർ, ആ ഭാര്യയും മക്കളെല്ലാവരും ചോദിക്കും, എന്തിനാണ് അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം, നമുക്ക് തന്നെ വെക്കാം, കുഴപ്പമില്ല, മാറുന്നൊക്കെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വേണ്ട, പറ്റില്ല, കുറേ ആയി, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പശുവിനെ ആ ഫ്രണ്ടിന് വേണ്ടി കൊടുക്കും. അവിടെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫാമിൽ ഭയങ്കര പണിയാണ്, ആ പശുവിനെ കൊണ്ട് നിർത്താതെ പണിയെടുപ്പിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, എൻ്റെ അടുത്ത് മടി കാണിച്ചത് അവൻ്റെ അടുത്ത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ പശുവിനെ അവിടെ കൊടുത്തത്. അങ്ങനെ അവിടെ കൊടുത്തതോടുകൂടി പശു പണിയെടുത്ത് ക്ഷീണിച്ച് മെലിയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ലക്ഷ്മണനും അസുഖം പിടിച്ചു. അദ്ദേഹം വയ്യാതായി, കിടപ്പിലായി. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വീണ്ടും കഷ്ടത്തിലായി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തിനോട്, എന്തിനാണ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുത്തുന്നത് ആലോചിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ ഗ്രാമത്തിൽ നടക്കുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് പറഞ്ഞു, ഓക്കെ, അവിടെ മലയുടെ ചുവട്ടിൽ ഒരു സിദ്ധനുണ്ട്, അദ്ദേഹത്തിനോട് പോയി കുട്ടി ചോദിക്കൂ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും, അതിനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാര്യ കേട്ട പാതി തന്നെ അവിടേക്ക് ഓടിപ്പോയിട്ട് ആ സ്വാമിജിയുടെ കാലിൽ വീണ്ടും പറഞ്ഞു, സ്വാമിജി, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, എന്താണ് പറ്റിയതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്തിനാണ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊന്ന് പറഞ്ഞു വരുമെന്ന് ചോദിക്കും. സ്വാമി തൻ്റെ ദിവ്യ ദൃഷ്ടിയിൽ പറയും, നിങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നല്ലേ, അതിനെ നിങ്ങൾ കുറേ കഷ്ടപ്പെടുത്തി, പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, അത് പ്രഗ്നൻ്റ് ആയിരുന്നു. നിങ്ങളെ ആയ കാലത്ത് ഒത്രയും സ്നേഹിച്ച പശുവിനൊരു ആവശ്യം വന്ന സമയത്ത് നിങ്ങളതിനെ ബുദ്ധിമുട്ടിച്ചു, അതിൻ്റെ പാപമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാപം മാറണമെങ്കിൽ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം, അത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി അവർ തിരിച്ച് വേഗം ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ആ സമയത്ത് തന്നെ അവരവരുടെ വീട് പണയം വെച്ചിട്ട് നേരെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പശുവിനെ തിരിച്ചു വാങ്ങിയിട്ട് ആ പശുവിനെ നല്ല രീതിക്ക് നോക്കാൻ തുടങ്ങി. അതിനോട് ക്ഷമയാചിച്ചു, അതിനെ സംരക്ഷിക്കാൻ തുടങ്ങി, സേവ ചെയ്തു. അങ്ങനെ ആ പശു പ്രസവിച്ചു, അത് പാല് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതം വീണ്ടും പഴയ പോലെയായി. ഈ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഇത് വെറുതെ ഒരു കഥയല്ലേ എന്ന്, ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ജീവിതമായിട്ട്, ഇത് ആർക്ക് വേണമെങ്കിൽ പറയാമല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പശു എത്ര സെൻസിറ്റീവ് ആണെന്നുള്ളതാണ് ഈ കഥയിലൂടെ പറയുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെ ഈ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിനൊരു പശുവുണ്ട്. പശു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന നാടൻ പശുവാണ്, HFO അല്ലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയ പശുവായിട്ടുള്ളത്. അവരെ പശുക്കളായി നമ്മൾ കൺസിഡർ പോലും ചെയ്യരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നാടൻ പശു പ്രസവിച്ചു, പാല് തരാൻ തുടങ്ങി.
അപ്പോൾ പാല് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ വേണം, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങാൻ തുടങ്ങി, കാരണം ശുദ്ധമായ പാലാണ്. അങ്ങനെ വാങ്ങുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു, ഓക്കെ ഞാനൊരു പശുവിനെയും കൂടി വാങ്ങാം, കാരണം ആവശ്യമുണ്ടല്ലോ. അദ്ദേഹം അങ്ങനെ ഒന്നിനെയും കൂടി വാങ്ങി. അപ്പോൾ അവിടെയുള്ള പണിക്കാരൻ, ഓണർ ഇതൊന്നും അറിയുന്നില്ല, പണിക്കാരൻ വിചാരിച്ചു പുതിയ പശു, ഓക്കെ അത് നല്ല, ഇതിനേക്കാൾ കൂടുതൽ പാല് വരുന്നുണ്ട്, അപ്പോൾ അതിനെ കുറച്ചുകൂടി നമ്മൾ സംരക്ഷിക്കാം, കെയർ ചെയ്യാം, ഭക്ഷണം കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പശു പിന്നെ പാല് കുറയാൻ തുടങ്ങി, കറവ പറ്റി പെട്ടെന്ന് തന്നെ. അപ്പോൾ അന്നേരമാണ് ഈ ഓണർ വന്ന് ശ്രദ്ധിക്കുന്നത്, എന്തു പറ്റി, തൻ്റെ ഫേവറേറ്റായൊരു പശുവാണ്, നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വാങ്ങിയൊരു പശു കൂടിയാണത്. അപ്പോൾ അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം തൻ്റെ വീട്ടിലെ പശു മാനസികമായിട്ട് ഇത്രയും സംഘർഷം അനുഭവിക്കും, കാരണം ഇത്രയും സ്നേഹിച്ച ആളെ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹത്തിനൊക്കെ വേണ്ട പോലെ കെയർ കൊടുക്കുന്നില്ല. അപ്പോൾ ആ മാനസികമായ വിഷമം കൊണ്ടാണ് അതിൻ്റെ പാലുൽപാദനം കുറഞ്ഞത്. അപ്പം അന്നേരമാണ് നമ്മൾ പശുവിൻ്റെ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കുന്നത്. അത് മനുഷ്യരുമായിട്ട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു, ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ബന്ധം എത്ര സ്ഥാപിക്കുന്നു, അവരെത്രയായിട്ട് അടുത്ത് നിൽക്കുന്നു. കാരണം അത്രയും സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം അതിനെ സ്നേഹം കുറഞ്ഞ് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെ ആയപ്പോൾ ആ പശുവിനുള്ള വിഷമം കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും തിരിച്ചറിയണം, ഈ കഥകൾ നമ്മളെ കുട്ടികളുടെ അടുത്ത് എത്തിക്കണം, പശു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ തന്നെ സംരക്ഷിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വേദങ്ങളിലും നമ്മുടെ സംസ്കാരത്തിലും പല ഭാഗങ്ങളിലായിട്ട് പശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ വീട്ടിലെല്ലാം HF എത്തി തുടങ്ങിയപ്പം അതൊരു മെക്കാനിക്കൽ ഒരു ജീവി പോലെയായി മാറി. കാരണം അത് മനുഷ്യരോട് പെരുമാറുന്ന രീതി, നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിചാരം എസ്പെഷ്യലി പുതുതലമുറ വിചാരിച്ചു ഇതാണ് പശു എന്ന്. പക്ഷെ അതല്ല, നമ്മുടെ നാടൻ പശുക്കൾക്ക് ഇത്രയും സെൻസിറ്റീവാണ്, അവർക്ക് സ്നേഹം തരാനും സ്നേഹം കൊടുക്കാനും അറിയാം. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ പശുക്കളെ വളരെയധികം സംരക്ഷിക്കണം. നമ്മൾ തുടരും, വരുന്ന എപ്പിസോഡുകളിൽ വേറെ കഥകളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കഥയായിട്ട് വരുന്നവരെ ബൈ.